എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വെജിറ്റേറിയൻ ഊണിൻ്റെ റെസിപ്പികൾ നോക്കാം. ഈ ഒരു മെനുവിൽ ഞാൻ ചോറും 3-4 കൂട്ടം കറികളും കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ എല്ലാം വെജിറ്റേറിയൻ ആണ്. ഇപ്പോൾ നോയമ്പ് കാലം ആയതുകൊണ്ട് ഒരുപാട് പേര് വെജിറ്റേറിയൻ റെസിപ്പീസിന് വേണ്ടിയിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള റെസിപ്പീസൊക്കെ എടുത്ത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇതെല്ലാം നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന സാധാരണ റെസിപ്പീസാണ്. അപ്പോൾ അധികം താമസിയാതെ ഈ ഒരു സിമ്പിൾ മെനു എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. ആദ്യം തന്നെ നമുക്ക് മട്ടേരി കുക്കറിൽ എങ്ങനെയാണ് കുക്ക് ചെയ്യുന്നത് നോക്കാം. ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടി ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിവിടെ 3.5 ലിറ്ററിൻ്റെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 കപ്പ് മട്ടേരി നന്നായിട്ട് കഴുകിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് വെച്ചിട്ടുള്ളതാണ്. വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കുക്കറിൻ്റെ ഞാൻ കാണിച്ചിരിക്കുന്ന അളവിലായിട്ട് വെക്കുക. നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് കുക്ക് ചെയ്യുമ്പോഴാണ് ഈ അരി പശയില്ലാതെ നമുക്ക് കിട്ടുന്നത്. ഇനി ഇതിൻ്റെ മൂടി അടച്ചതിന് ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു വിസിലൊന്ന് അടുപ്പിച്ചെടുക്കണം. ഒരേ ഒരു വിസിൽ മതി. ഞാനിവിടെ മീഡിയം ഫ്ലെയിമിലിട്ടാണ് വെക്കുന്നത്. തീ ഒരുപാട് കൂട്ടുകയും ചെയ്യരുത്, കുറയുകയും ചെയ്യരുത്. ഇപ്പോൾ നമ്മുടെ കുക്കറിൽ വിസിലൊക്കെ വന്നിട്ട് വിസിലൊക്കെ പോയി ഇരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ അരി നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാൻ കുറച്ച് വെള്ളം ഇതിലുണ്ട്. തന്നെയല്ല കുറച്ച് ഒട്ടലും വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഇതിലെ സ്റ്റാർച്ചൊന്നും കളഞ്ഞിട്ടില്ല. അപ്പോൾ ഇനി അതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് നന്നായിട്ട് തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ എപ്പോഴും തിളച്ച വെള്ളം തന്നെ ഇതിലേക്ക് ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ തിളച്ച വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്കിതൊന്ന് ഊറ്റിയെടുക്കാം. ഇനി അഥവാ നിങ്ങൾ ഒരുപാട് തിളച്ച വെള്ളം അല്ലാന്നുണ്ടെങ്കിൽ ഈ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇനി നമ്മളിത് അടച്ചൊന്നും വെക്കാതെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടിട്ട് ഒരു 10-15 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം. അപ്പോഴത്തേക്ക് അരിയിലെ വെള്ളമൊക്കെ തോന്നിട്ട് നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ടാകും. ഇതിപ്പോൾ ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞിട്ടുള്ളതാണ്. നമ്മുടെ ചോറ് ഇപ്പം വെള്ളമൊക്കെ തോന്നിട്ട് ഒന്നിൽ തൊടാതെ തന്നെ കിടക്കുന്നുണ്ട്. ഇതിനി നമുക്ക് അതിൽ തന്നെ വെച്ചിരിക്കാതെ നമ്മൾ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് മാറ്റി വെക്കുകയാണെങ്കിൽ നല്ലതാണ്. അതിലിരിക്കുകയാണെങ്കിൽ എയറുമായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് അരി ഡ്രൈ ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അടച്ചിട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കറികൾക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ, അതായത് ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ്, അത് ചെറിയ ചൂടുവെള്ളം ഒഴിച്ചിട്ടൊന്ന് കുതിർക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ചെറിയ അവിയൽ തയ്യാറാക്കാം. അപ്പോൾ അവിയൽ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് പച്ചക്കറികളൊക്കെ എടുത്തിട്ടുണ്ട്. വെള്ളരിക്ക, ക്യാരറ്റ്, ഒരു കായ, കോവയ്ക്ക, മുരിങ്ങയ്ക്ക, പീച്ചിങ്ങ, പിന്നെ സവാള, പച്ചമുളക്. അപ്പോൾ എനിക്കിവിടെ കിട്ടിയ പച്ചക്കറികളൊക്കെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെയാണോ അത് എടുക്കുക. ഇതിൻ്റെയൊക്കെ തൊലി കളഞ്ഞതിന് ശേഷം നന്നായിട്ട് കഴുകി എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അവിയലൊക്കെ തയ്യാറാക്കുമ്പോൾ നമ്മൾ കഷ്ണങ്ങൾ നീളത്തിലാണ് അരിയേണ്ടത്. അപ്പോൾ ഞാനിത് പറയുന്നത് അറിയാൻ വയ്യാത്ത കുട്ടികളൊക്കെ ഉണ്ട്, കുക്കിങ്ങൊക്കെ സ്റ്റാർട്ട് ചെയ്തവർ. അപ്പോൾ അവർക്കൊക്കെ കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഈ അരിയിൽ നിന്ന് ഒന്ന് കാണിച്ചു തരുന്നത്. അപ്പോൾ ഒരേപോലെ സൈസിൽ അരിഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരേപോലെ എല്ലാം വെന്ത് കിട്ടും. ഇതുപോലെ നീളത്തിലരിയാം. അപ്പോൾ ഇതിനു മുൻപ് ഞാനൊരു അവിയലിൻ്റെ റെസിപ്പി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലല്ല ഞാനിപ്പോൾ കാണിക്കുന്നത്. ഇത് എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ഒരു രീതിയാണ്. എൻ്റെ അമ്മ സൂപ്പറായിട്ട് അവിയൽ ഉണ്ടാക്കും. ഇനി ഒരിക്കൽ നാട്ടിൽ പോകുമ്പോൾ അമ്മയെ കൊണ്ട് എന്തായാലും ഞാനൊരു അവിയലിൻ്റെ റെസിപ്പി തീർച്ചയായിട്ടും ഇടുന്നതാണ്. അമ്മ ഉണ്ടാക്കുന്ന അവിയലിന് പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഒരുപാട് ഫാൻസ് ഉണ്ട് അമ്മയുടെ അവിയലിന്. അപ്പോൾ എല്ലാം ഇതുപോലെ നീളത്തിലരിയാം. അപ്പോൾ നമ്മളെല്ലാം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് മുരിങ്ങയ്ക്ക ഒന്ന് മുറിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഫ്ലേവറൊക്കെ ഇതിലേക്ക് നന്നായിട്ട് ഇറങ്ങും. അതുപോലെ തന്നെ നന്നായിട്ട് വേവുള്ള പച്ചക്കറികളൊക്കെ പാത്രത്തിൻ്റെ ഏറ്റവും താഴെയും, അതുപോലെ തന്നെ വേവ് കുറവുള്ള പച്ചക്കറികൾ ഏറ്റവും മുകളിലായിട്ടും ഇടാനായിട്ട് ശ്രദ്ധിക്കാം. ഇതിലേക്ക് ഞാനൊരു സവാള കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂണോളം വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ടിട്ട് നമുക്കിത് മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഈ ഒരു അവിയൽ അമ്മ കുക്കറിൽ തയ്യാറാക്കാറുണ്ട്. അപ്പോൾ അത് ഞാൻ ഒരിക്കൽ കാണിച്ചു തരുന്നതാണ്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ പച്ചക്കറികളൊക്കെ അപ്പോൾ കൂടുതൽ വേവ് ഉള്ള പച്ചക്കറികളാണെങ്കിൽ കുക്കറിൽ ട്രൈ ചെയ്താൽ പെട്ടെന്നാണ് ഇത് തയ്യാറാക്കി എടുക്കാൻ പോകുന്നത്. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ടൊന്ന് വേവിക്കാം. നമ്മളിതിലേക്ക് കുറച്ച് വെള്ളം മാത്രമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. വെള്ളം ഒരുപാട് കൂടിപ്പോയാൽ അവിയലങ്ങ് ലൂസായി പോകും. തന്നെയല്ല പച്ചക്കറികളിൽ ഒരുപാട് വെള്ളമുണ്ട്. അപ്പോൾ അതിറങ്ങിയിട്ട് അവിയൽ ലൂസാകും. അപ്പോൾ നമ്മുടെ തേങ്ങ ഇവിടെ നല്ല ഫ്രഷ് തേങ്ങ പോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഡെസിക്കേറ്റഡ് കോക്കനട്ട് യൂസ് ചെയ്യുന്നവർ ചെറിയ ചൂടുവെള്ളം ഒഴിച്ചിട്ട് തേങ്ങ കുറച്ച് നേരം മാറ്റി വെക്കുകയാണെങ്കിൽ ഇതുപോലെ ഫ്രഷ് ആയിട്ടുള്ള തേങ്ങയായിട്ട് നമുക്ക് കിട്ടും. അതൊരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. ഇതിലേക്കൊരു 5-6 ടേബിൾ സ്പൂൺ തേങ്ങ മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചെറിയ ഉള്ളിയാണ് അവിയലിന് അരയ്ക്കുന്നത്.
എരിക്ക് ആവശ്യത്തിനുള്ള പച്ചമുളക്, ഒരു പച്ചമുളക് ഞാൻ കഷ്ണങ്ങളിൽ ഇട്ടിട്ടുണ്ട്, ബാക്കി 2 പച്ചമുളക് ഇപ്പോൾ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ ജീരകം, പിന്നെ മഞ്ഞൾപ്പൊടി നമ്മൾ കഷ്ണങ്ങൾ ചേർത്ത് കൊടുത്തിട്ടില്ല, അപ്പോൾ ആ മഞ്ഞൾപ്പൊടി കൂടി ഇപ്പോൾ ചേർത്ത് കൊടുക്കുകയാണ്. മഞ്ഞൾപ്പൊടി ഒരുപാട് കൂടിപ്പോരുത്, ഒരു 1/4 ടീസ്പൂണിൽ കുറവ് മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പിലയും കൂടെ ചതച്ചാൽ പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഇനി ഇതൊന്ന് ചതച്ചെടുക്കുക, ഒരുപാട് ഇട്ട് അരക്കരുത്, ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കേ ആവുള്ളൂ. നമ്മൾ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ പരുവൊന്ന് നോക്കാം. ഒരുപാട് അങ്ങ് അരിഞ്ഞു പോയിട്ടില്ല, ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കുമ്പോഴാണ് അവിയലിന് നല്ല ടേസ്റ്റ് ഉണ്ടാകുക. അപ്പോൾ ഇനി നമുക്ക് കഷ്ണങ്ങളൊക്കെ വെന്തോ നോക്കാം. അപ്പോൾ മൂടി തുറന്നപ്പോൾ കഷ്ണങ്ങളിൽ നിന്നും കൂടി കുറച്ച് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് തീ കുറച്ചൊന്ന് കൂട്ടിയിട്ടിട്ട് ഈ വെള്ളം ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. അതിനുശേഷമാണ് നമ്മൾ ഇതിലേക്ക് അരപ്പിട്ട് കൊടുക്കുന്നത്. അപ്പോൾ വെള്ളം ഒന്ന് വറ്റി വന്നു കഴിഞ്ഞാൽ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പല സ്ഥലങ്ങളിലും പല രീതിയിലാണ് അവിയൽ വെക്കുക. അപ്പോൾ നമ്മൾ അവിയൽ വെക്കുമ്പോൾ ഇതിൽ വെളുത്തുള്ളി ഒന്നും ചേർക്കാറില്ല. ചില സ്ഥലങ്ങളിൽ വെളുത്തുള്ളി ചേർത്ത് കണ്ടിട്ടുണ്ട്, പക്ഷേ വെളുത്തുള്ളി ചേർക്കുമ്പോൾ വേറൊരു ടേസ്റ്റാണ്. ശരിക്കുള്ള അവിയൽ, കല്യാണങ്ങൾക്കൊക്കെ കിട്ടുന്ന അവിയലിന് ഈ ഒരു ടേസ്റ്റാണ്. അപ്പോൾ ഇനി നമ്മൾ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ പുളിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒന്നും ചേർത്തിട്ടില്ല. പുളിക്ക് വേണ്ടിയിട്ട് ഒന്നുകിൽ തൈര് ചേർക്കാം, അല്ലെങ്കിൽ പച്ചമാങ്ങ ഉണ്ടെങ്കിൽ അത് ചേർക്കാം, അല്ലെങ്കിൽ തക്കാളി ചേർക്കാം. പക്ഷേ തക്കാളി ചേർക്കുമ്പോഴുള്ള പ്രശ്നം നമ്മുടെ അവിയൽ ഒരുമാതിരി ഓറഞ്ച് കളറിൽ ഇരിക്കും. അപ്പോൾ തൈരോ പച്ചമാങ്ങയോ ചേർക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഞാനിവിടെ ഒരു 2-3 ടേബിൾ സ്പൂൺ അധികം പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ അവിയലിന് പ്രത്യേക ടേസ്റ്റ് കൊടുക്കുന്ന ഒരു സാധനം എന്ന് പറയുന്നത് വെളിച്ചെണ്ണയാണ്, പച്ച വെളിച്ചെണ്ണ. അതൊരു ടീസ്പൂൺ ഇതിലേക്ക് കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ വെളിച്ചെണ്ണ നല്ല കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്, 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമ്മളിത് ഇളക്കരുത്. ഇനി ഇത് മൂടി വെച്ചിട്ട് വേണം നമ്മൾ വേവിക്കാനായിട്ട്. ഈ അരപ്പിൻ്റെ പച്ചമണം ചെറുതായിട്ടൊന്ന് മാറി വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിതൊന്ന് മൂടി വെച്ചിട്ട് വേവിക്കുകയാണ്. ഇനി ഇതൊരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് ഇതിലേക്ക് നന്നായിട്ട് ആവിയൊക്കെ കയറി വന്നിട്ടുണ്ടാകും. അപ്പോൾ നമുക്ക് മൂടി തുറക്കാം. നമ്മൾ ആദ്യം കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, ബാക്കിയുള്ള ഉപ്പ് കൂടി ഇപ്പോൾ കൊടുത്തിട്ട് ഒരു തവി വെച്ചിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഒരുപാടിട്ടങ്ങ് ഇളക്കരുത്, കഷ്ണങ്ങളൊക്കെ പൊടിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിക്കാം. അപ്പോൾ കുറച്ച് നേരം കൂടി കഴിഞ്ഞാൽ നമുക്ക് സ്വിച്ച് ഓഫ് ചെയ്യാം. ഇനി ഈ ഒരു അവിയൽ നമുക്ക് അടച്ച് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ഡ്രൈവല്ല, ഒരുപാട് കൊഴിഞ്ഞും പോകാത്ത ഒരു അവിയലാണ്, നല്ല ടേസ്റ്റുള്ള ഒരു അവിയലാണ്. അപ്പോൾ എന്തായാലും അവിയൽ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അടുത്തായിട്ട് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് സോയ ചങ്ക് വെച്ചിട്ടുള്ള ഒരു നല്ലൊരു മസാലയാണ്. ഈ ഒരു മസാല ബീഫ് ഫ്രൈയുടെ അതേ ടേസ്റ്റിലാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ സോയ ചങ്ക്സ് എടുത്തിട്ട് അതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മാറ്റി വെക്കണം. ഒരു അരമണിക്കൂറൊക്കെ മാറ്റി വെക്കുകയാണെങ്കിൽ ഇത് നന്നായിട്ട് കുതിർന്നിട്ട് വരും. അപ്പോൾ നമുക്കിതൊന്ന് മാറ്റി വെക്കാം. സോയ ചങ്ക്സ് ഇവിടെ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇതിനി നന്നായിട്ട് ഞെക്കിയിട്ട് ഇതിലെ വെള്ളമൊക്കെ കളഞ്ഞ് മറ്റൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കണം. ഇത് കുറച്ച് വലുതായിട്ടാണ് ഇപ്പോൾ ഉള്ളത്, അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് 2ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മസാലയൊക്കെ ഒന്ന് ഇട്ട് പുരട്ടി വെക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള മുളക് പൊടി, അതൊരു 1/4 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഇതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ കുരുമുളക് പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുകയാണെങ്കിൽ സോയ ചങ്ക്സിലേക്ക് മസാലയൊക്കെ പിടിച്ചിട്ട് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ അകത്തേക്കൊന്നും മസാല പിടിക്കുകയില്ല. അപ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ടിട്ട് ഇത് കൈവച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമുക്ക് സോയ ചങ്ക്സ് ഇതുപോലെ മിക്സ് ചെയ്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് നമുക്ക് മസാല ഉണ്ടാക്കിയിട്ടും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഫ്രൈ ചെയ്യാതെയാണ് അത് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മസാല തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ വെളിച്ചെണ്ണ ചെയ്യുമ്പോഴാണ് നമ്മൾ ആ ഒരു നാടൻ ടേസ്റ്റ് കിട്ടുക. വെളിച്ചെണ്ണ ചൂടായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ കുറച്ച് സവാള ഒക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഇതൊക്കെ നീളത്തിൽ അരിഞ്ഞ് വെച്ചിട്ടുള്ളതാണ്. നീളത്തിലോ പൊടിയായിട്ടോ അരിയാം. പിന്നെ ഇതിലേക്ക് തേങ്ങാകൊത്ത് കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടെ നല്ല ടേസ്റ്റാണ്. പച്ചമുളക് ഒരു 3 എടുത്തിട്ടുണ്ട്. കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞത് അതുകൂടി ചേർത്ത് കൊടുത്തു.
പേസ്റ്റായിട്ട് നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. നല്ല ബ്രൗൺ നിറാകുന്നത് വരെ വഴറ്റാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോഴാണ് ഈ കറിക്ക് കൂടുതൽ ടേസ്റ്റ് കിട്ടുക. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇതിലേക്ക് പിന്നെ നിങ്ങൾ കറിവേപ്പില കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും കറിവേപ്പില ഇട്ട് കൊടുക്കണം. ഇവിടെ എനിക്കിത് കിട്ടാനില്ല. അപ്പോൾ ഇനി നാട്ടിൽ പോയിട്ട് വേണം കറിവേപ്പില കൊണ്ടുവരാനായിട്ട്. ഇനി കറിവേപ്പില ഉണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് കുറച്ച് വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാല ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വീട്ടിൽ പൊടിക്കുന്ന ഗരം മസാലയുടെ റെസിപ്പി ഇതിന് മുൻപ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തവർ അതുകൂടി ഒന്ന് കണ്ടു നോക്കണം. ഗരം മസാല കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. പൊടികളുടെയൊക്കെ പച്ചച്ചുവ നന്നായിട്ട് മാറണം. ഇപ്പോൾ പൊടികളുടെ പച്ചച്ചുവയൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നന്നായിട്ട് പഴുത്തൊരു തക്കാളി പൊടിയായിട്ട് അരിഞ്ഞതാണ്. അപ്പോൾ അതുകൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. തക്കാളി കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു വേവിക്കുന്ന സമയത്ത് വെള്ളം ഒന്നും ഇതിലേക്ക് ചേർക്കരുത്. വെള്ളം ചേർക്കുകയാണെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റേ മാറിപ്പോവും. അപ്പോൾ നമ്മൾ തീ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് ആക്കിയിട്ട് അടച്ചു വെച്ചിട്ട് വേവിക്കാം. ഇപ്പോൾ തക്കാളി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിന് തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് നേരത്തെ അരിഞ്ഞു മസാല പുരട്ടി വെച്ചിരിക്കുന്ന സോയാ ചങ്ക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ സോയാ ചങ്ക്സ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കണം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒന്ന് തളിച്ചിട്ട് ഇത് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഇളക്കി നമുക്ക് റോസ്റ്റ് പോലെ ആക്കിയെടുക്കാം. അപ്പോൾ എണ്ണ കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് എണ്ണ കൂടി ഒഴിച്ചിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാവുന്നതാണ്, നമ്മൾ ബീഫ് റോസ്റ്റൊക്കെ ചെയ്യുന്ന പോലെ. ഇനി വേണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പൊക്കെ നിങ്ങൾ നോക്കിയിട്ട് ചേർക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സോയ ചങ്ക്സ് മസാലയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സിമ്പിളായിട്ടുള്ള ഒരു ചെറുപയർ കറി നോക്കാം. ഇവിടെ എടുത്തിരിക്കുന്നത് തൊലി കളഞ്ഞിട്ടുള്ള ചെറുപയറാണ്. അപ്പോൾ ഇത് കടകളിൽ വാങ്ങാൻ കിട്ടും, യെല്ലോ മൂങ് ദാൽ എന്ന് പറഞ്ഞിട്ട്. ഇനി ഇതില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ പച്ച കളറിലെ ചെറുപയർ എടുക്കാവുന്നതാണ്. ഇതിലേക്ക് പിന്നെ കുറച്ച് ചെറിയ ഉള്ളിയും 2-3 പച്ചമുളകും വേണം. ഇതിനി ഒരു പ്രഷർ കുക്കറിലിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ പ്രഷർ കുക്കറിലേക്ക് ഇതിട്ട് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. നിങ്ങൾക്ക് ഇങ്ങനെയും ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ചെറുപയർ നെയ്യിലിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടും നിങ്ങൾക്ക് പരിപ്പുണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഒന്നുകൂടി നല്ലൊരു ടേസ്റ്റിൽ കിട്ടും. നമ്മൾ പെട്ടെന്നൊക്കെ തയ്യാറാക്കുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യാറ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം ആവശ്യത്തിന് ഒഴിക്കണം, ഇതിന് മുകളിലായിട്ട് നിൽക്കണം, അല്ലെങ്കിൽ ഇത് അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഉപ്പ് ഇപ്പോൾ കുറച്ച് ചേർക്കാം, പിന്നെ നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോൾ ഈ ഒരു പരിപ്പിന് നല്ലൊരു ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഇത് തിളച്ച് തൂവി പോവില്ല വിസിലടിക്കുമ്പോൾ. അല്ലെങ്കിൽ നമ്മൾ നെയ്യ് ചേർത്തില്ല എന്നുണ്ടെങ്കിൽ ഇത് വിസിലടിക്കുമ്പോൾ മുഴുവനായിട്ടും വെളിയിൽ പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നെയ്യ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതിനെ അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. 2-3 വിസിൽ വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കാം. നമ്മൾ അവിയലിന് വേണ്ടിയിട്ട് അരച്ച സെയിം ജാറിലാണ് എടുത്തിട്ടുള്ളത്. ഒരു 1/4 മുറി തേങ്ങ എടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, അവിയലിന് ചേർത്ത സെയിം ചേരുവകൾ തന്നെയാണ്, നമ്മൾ നന്നായിട്ട് അരച്ചെടുക്കും, അതാണ് ഡിഫറൻസ്. പിന്നെ ഇതിലേക്ക് ചെറിയ ജീരകം അല്ലെങ്കിൽ നല്ല ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ചെറിയ ഉള്ളിയാണ്. അപ്പോൾ പച്ചമുളക് നമ്മളിതിൽ അരയ്ക്കുന്നില്ല, കാരണം നമ്മൾ 3 പച്ചമുളക് വേവിക്കാൻ നേരം ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കറിവേപ്പില കൂടി ഉണ്ടെങ്കിൽ അതുകൂടി ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം വെക്കാം. ഇത് നല്ല പേസ്റ്റ് പോലെയാണ് അരച്ചെടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ കുക്കറിൽ 3 വിസിലൊക്കെ വന്നതിന് ശേഷം നന്നായിട്ട് ഇപ്പോൾ വെന്ത് ഇരിക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ സ്റ്റൗ ഒന്ന് ഓണാക്കിയിട്ട് അരച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിപ്പം വെന്ത് കഴിയുമ്പോൾ നന്നായിട്ട് അങ്ങ് കുറുകി വരും. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് നമ്മൾ ഈ പരിപ്പാക്കുക. അതുപോലെ തന്നെ ഈ ഒരു പരിപ്പ് ഇരിക്കും തോറും നല്ല കട്ടിയായിട്ട് തന്നെ വരും. തണുപ്പുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ ഒന്നുകൂടെ നല്ല കട്ടിയാകും. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക.
ഇതിൽ കട്ടിപ്പരിപ്പാണ്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഒരു പരിപ്പ് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. ഒരുപാടൊന്ന് തിളച്ച് പോകരുത്, ജസ്റ്റ് ഒന്ന് തിള വരുമ്പോഴത്തേക്ക് നമുക്ക് ഓഫാക്കി വെക്കണം. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള കടുകൊന്ന് താളിച്ചെടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണയിലാണ് കടുക് താളിക്കുന്നത്. വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം കടുക് പൊട്ടിച്ചിട്ട് അതിലേക്ക് ചെറിയ ഉള്ളി വട്ടത്തിലരിഞ്ഞാണ്. അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് വറ്റൽ മുളകൊന്ന് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. എന്തായാലും നാട്ടിൽ പോകുമ്പോൾ കുറേ കറിവേപ്പില ഞാൻ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കടുക് താളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ പരിപ്പ് മറ്റൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ഈ ഒരു കടുക് താളിച്ചത് കൂടി ഒഴിച്ചു. അപ്പോൾ നമ്മൾ ഇപ്പോൾ എല്ലാ കറികളും വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ തോരൻ കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ബീട്രൂട്ട് തോരൻ. ആ ഒരു തോരൻ്റെ റെസിപ്പി കഴിഞ്ഞ ദിവസം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ ബീട്രൂട്ട് തോരൻ കൂടി ഇതിലേക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഈ ഒരു ബീട്രൂട്ട് തോരൻ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് നമ്മൾ നന്നായിട്ട് ഞെരടിയൊക്കെ ചെയ്തിട്ടുള്ളൊരു തോരനാണ്. അപ്പോൾ നല്ല ടേസ്റ്റിലുള്ളൊരു തോരനാണ്. ബീട്രൂട്ടൊക്കെ ഇഷ്ടമില്ലാത്തവർക്ക് പോലും ഇഷ്ടപ്പെടുന്ന നല്ലൊരു തോരനാണ്. അപ്പോൾ ഇനി നമുക്ക് ഇത് പ്ലേറ്റിലേക്കൊന്ന് ചോറൊക്കെ ഒന്ന് വിളമ്പാം. അപ്പോൾ ഇതുപോലുള്ളൊരു സ്റ്റീൽ പ്ലേറ്റാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ഈ ഒരു ഊണ് നമ്മളിപ്പം വെജിറ്റേറിയൻസിന് തന്നെയല്ല, ഇപ്പോൾ നോൺ വെജിറ്റേറിയൻ ആയിട്ടുള്ളവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളൊരു ഊണാണ്. അപ്പോൾ ഇപ്പോൾ നോമ്പ് കാലമൊക്കെ ആയതുകൊണ്ട് മീനില്ലാതെ കഴിക്കാൻ പറ്റാത്തവർക്ക് എന്തായാലും ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു ഊണ് തന്നെയാണിത്. അതുപോലെ തന്നെ കുഞ്ഞു മക്കൾക്കൊക്കെ ചോറ് കൊടുക്കാൻ പറ്റിയ കറികളാണ് അവിയലും പരിപ്പുമൊക്കെ. അവിയലും പരിപ്പും ഒക്കെ കൂട്ടി എന്തായാലും കുഞ്ഞു മക്കൾ കഴിക്കും. അതുപോലെ തന്നെ സോയാ ചങ്ക്സ്, അത് ശരിക്കും ഒരു ബീഫ് റോസ്റ്റിൻ്റെ ടേസ്റ്റ് തന്നെയാണ്. അത് ഇരിക്കും തോറും കൂടുതൽ ടേസ്റ്റാണ്. അപ്പോൾ 2 ദിവസത്തേക്കൊക്കെ വെച്ച് വെക്കുകയാണെങ്കിൽ 2-ാം ദിവസം ആകുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റിൽ തന്നെയാണ് ഈ ഒരു റോസ്റ്റ് ഉള്ളത്. അപ്പോൾ ഈ പരിപ്പിൻ്റെ കൂടെ നമ്മൾ നെയ്യ് സെപ്പറേറ്റ് ഒഴിക്കേണ്ട ആവശ്യമില്ല. നെയ്യും നമ്മൾ ഓൾറെഡി ഒഴിച്ചിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ നെയ്യും കൂടി ഒഴിക്കാം. ഇനി ഒരു അച്ചാറില്ലാതെ എന്ത് ഊണല്ലേ. അപ്പോൾ ഞാനിവിടെ നമ്മൾ ചക്കക്കുരു കൊണ്ട് ഒരു അച്ചാർ ഇട്ടിരുന്നു. അപ്പോൾ ആ ഒരു ചക്കക്കുരു അച്ചാറാണ് ഈ സൈഡിൽ വെക്കുന്നത്. ഇനി ഇതിൻ്റെ കൂടെ ഒരു പപ്പടം കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. പക്ഷേ ഇവിടെ പപ്പടം അങ്ങനെ ഞങ്ങൾ വാങ്ങാറില്ല. അപ്പോൾ എന്തായാലും നിങ്ങൾ പപ്പടമൊക്കെ കൂട്ടി ഈ ഒരു ഊണ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ കമൻസിലൂടെ അറിയിക്കുക. ഇന്നത്തെ ഈ ഒരു സിമ്പിൾ വെജിറ്റേറിയൻ ഊണിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. പുതിയതായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടുകയുള്ളൂ. അപ്പോൾ പുതിയൊരു റെസിപ്പി ആയിട്ട് വീണ്ടും വരുന്നതാണ്.